മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർമാരും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും MDMA പിടിയിലായിട്ട് ഒരു ദിവസം പിന്നിടുകയാണ്. അത്യന്തം ഗൗരവമായിട്ടുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ സ്വാധീനിച്ച് ചില ചാനലുകളിൽ നിന്ന്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മെറ്റയെ ഉപയോഗപ്പെടുത്തി ഒഴിവാക്കാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അങ്ങേയറ്റം വിദ്വേഷ പ്രസംഗം നടത്തി സ്ത്രീകൾക്കെതിരായ പരാമർശം നടത്തിയിട്ടുള്ള RSSന്റെ നേതാവിൻ്റെ ഈ വിദ്വേഷം നിറഞ്ഞ പ്രസംഗം നീക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന്, സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിന് കഴിയുന്നില്ല. എന്നാൽ ഇവിടെ രാസലഹരിയുമായി ബന്ധപ്പെട്ട് പിടികൂടപ്പെട്ട ആളുകൾക്കെതിരെ വരുന്ന വാർത്തകൾ നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രി UDFന്റെ ഗവൺമെൻറ് കാണിക്കുന്ന തിടുക്കം അങ്ങേയറ്റം സംശയം ഉളവാക്കുന്നതാണ്. മുഖ്യമന്ത്രി VD സതീശന് RSSുമായി നല്ല ബന്ധമുള്ളതുകൊണ്ടാണ് മിനിറ്റുകൾക്കകം മെറ്റയിൽ സ്വാധീനം ചെലുത്തി ഇത്തരം കാര്യങ്ങൾ നീക്കം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. ഇത് ഗൗരവമായ ഒരു രാഷ്ട്രീയ വിഷയം തന്നെയാണ്. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നല്ല ബന്ധമുള്ള, മുഖ്യമന്ത്രി അങ്ങോട്ട് വീട്ടിൽ പോയി കാണുന്ന, മുഖ്യമന്ത്രിയെ ഇങ്ങോട്ട് ഏത് സമയത്തും വീട്ടിലും ഓഫീസിലും വന്ന് കാണാൻ എല്ലാവിധ അനുവാദമുള്ള ഒരാളെ പിടികൂടിയിട്ട് ഇവിടെ ചില വാർത്താ ചാനലുകളും പത്രങ്ങളുമെല്ലാം അങ്ങേയറ്റം ഈ സംഭവത്തെ വെള്ളപൂശുന്ന സമീപനമാണ് സ്വീകരിച്ചത്. പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല. നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, ഇപ്പോൾ നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഓപ്പറേറ്ററാണ്, സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ് ഈ നിലയിൽ പിടിക്കപ്പെട്ടതെങ്കിൽ ഈ വാർത്താവിന്യാസം ഏത് രൂപത്തിലുള്ളതായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇന്നിപ്പോൾ ഒരു വാർത്താമാധ്യമം കൊടുത്തത്, ഒരു പത്രം കൊടുത്തത്, മുഖ്യമന്ത്രി VD സതീശൻ്റെ ആരാധകൻ പിടിയിലായി എന്നാണ്. ആരാധന ആർക്കും ആരോടും ആവാമല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് അതിനകത്ത് ഉത്തരവാദിത്വമൊന്നുമില്ല, ഒരു സാധാ ആരാധകനെ പിടിച്ചിരിക്കുന്നു എന്ന് ഒരു പ്രധാനപ്പെട്ട പത്രം അവരുടെ 8ാമത്തെ പേജിനകത്ത് ആരും കാണാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ ലേഔട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഞാനിന്ന് മിക്കവാറും പത്രങ്ങളെല്ലാം ഓടിച്ചു നോക്കിയപ്പോൾ ആ മാധ്യമങ്ങളൊന്നും കാര്യമായ നിലയിലുള്ള വാർത്ത കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ആര് സംരക്ഷിക്കാൻ ശ്രമിച്ചാലും കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ്. ഈ തെളിവുകൾ പുറത്തുവരുന്ന സന്ദർഭത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ ഉത്തരവാദിത്തോടുകൂടി ഇതിനോട് പ്രതികരിക്കണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. മറ്റൊന്ന്, കേരളത്തിലെ ഒരു മന്ത്രി OJ ജനീഷ്, അദ്ദേഹം അങ്ങേയറ്റം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവന ഇന്നലെ നടത്തിയിരിക്കുകയാണ്. ഈ MDMA കേസുമായി ബന്ധപ്പെട്ട പ്രതികൾ കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ല, യൂത്ത് കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി പത്രക്കുറിപ്പിറക്കിയിട്ട് പറഞ്ഞത് ഈ MDMA കേസിൽ പ്രതിയേർക്കപ്പെട്ട് പിടികൂടിയിട്ടുള്ള ആളുകളെ ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നാണ്. സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു ഞങ്ങളുമായിട്ട് ബന്ധമില്ല, മന്ത്രി പറയുന്നു ഞങ്ങളുമായിട്ട് ബന്ധമില്ല. എന്നാൽ എറണാകുളത്തെ ജില്ലാ പ്രസിഡന്റ് പറയുന്നു ഇവർ ഗുരുതരമായ കുറ്റം ചെയ്തിട്ടുണ്ട്, ഇവരെ പുറത്താക്കിയിരിക്കുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇവർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളെല്ലാം പൊളിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ MDMA കേസുമായി ബന്ധപ്പെട്ട് പിടികൂടിയിട്ടുള്ള പ്രതികളുടെ കോൺഗ്രസുമായുള്ള ബന്ധം, മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധം, അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള തെളിവുകൾ എല്ലാം പുറത്തു വന്നുകൂടിയ സ്ഥിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി പ്രതികരിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറാവണം. മുഖ്യമന്ത്രി മെറ്റയെ ഉപയോഗിച്ച് കേന്ദ്ര ഗവൺമെന്റിനെ സ്വാധീനിച്ച് RSSന്റെ പിന്തുണയോടുകൂടി ഇത്തരം വാർത്തകളെ മുക്കിക്കളയാൻ നോക്കുന്നത് ജനാധിപത്യ സമൂഹത്തിന് ഒട്ടും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല എന്നുകൂടി അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ല, അതാ ആ മന്ത്രിയോടും
മുഖ്യമന്ത്രിയോടും ചോദിക്കേണ്ട കാര്യമാണ്. കാരണം ഇവരെല്ലാം പറയുന്ന വാക്കിന് എന്തെങ്കിലും വിലയുണ്ടോ എന്ന കാര്യം അവർ തന്നെ ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ PM ശ്രീ കൊണ്ടുവന്നാൽ അത് അറബിക്കടലിൽ എറിയുമെന്നും ചവറ്റുകുട്ടയിൽ ഇടുമെന്നും പറഞ്ഞ ആളുകൾ PM ശ്രീയുടെ പിന്നാലെ പോകും നമ്മൾ കാണുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞ ആരോപണത്തെ കേരളത്തിലെ ഒരു ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രി സന്ദർശനം നടത്തിയ ഒരു ചടങ്ങിൽ പങ്കെടുത്തതിനെ വിമർശിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം അത് നേരെ അവരെ തിരിഞ്ഞു കുത്തുകയാണ്. അപ്പോൾ അതിനകത്തൊക്കെ അവർ തന്നെയാണ് അഭിപ്രായം പറയേണ്ടത്. ഞങ്ങളതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായം പറയുന്നില്ല. സമാനമായി തന്നെയായിരുന്നു വെള്ളാപ്പള്ളിയുമായിട്ടും പല മന്ത്രിമാരും സന്ദർശനം നടന്ന സാഹചര്യം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അതാ പറഞ്ഞ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിനകത്ത് മതനേതാക്കളുടെ തിണ്ണ നിരങ്ങില്ല, സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങില്ല എന്നാണ് VD സതീശൻ നേരത്തെ പ്രസംഗിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാവരുടെയും തിണ്ണ നിരങ്ങിയതാരാണ് എന്ന് അതാത് സമുദായ നേതാക്കൾ തന്നെ വെളിപ്പെടുത്തിയല്ലോ. ഇപ്പൊ NSSന്റെ ആസ്ഥാനത്ത് പോയി ഇരുന്ന കാര്യം NSSന്റെ പ്രസിഡന്റ് നേരത്തെ ജനറൽ സെക്രട്ടറി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ SNDPയുടെ നേതാവിനെ പോയി കണ്ടിട്ടുണ്ട്. തുഷാർ വെള്ളാപ്പള്ളിയുടെ വീട്ടിലേക്ക് ഒരു പ്രധാനപ്പെട്ട മന്ത്രി തന്നെ പോയിട്ട് അങ്ങോട്ട് ഷാൾ അണിയിച്ചിട്ടുണ്ട്. ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന മന്ത്രി പോയി ഷാൾ അണിയിക്കുന്ന ഇത്ര നമ്മൾ കണ്ടതാണ്. അപ്പോൾ പറയുന്ന വാക്കിന് ഒരു വിലയും ഇവർ തന്നെ കൊടുക്കുന്നില്ല. ഇവരുടെ വാക്കും പഴയ ചാക്കുമെല്ലാം കണക്കാണ് എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നത് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അർജന്റീനൻ ടീമിനെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ നിയമനങ്ങളും പരിപാടി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മുൻ മന്ത്രി അബ്ദുറഹ്മാനെതിരെ ആരോപണത്തിൽ നിൽക്കണം. അത് DYFIയുടെ നിലപാടാണ്. അതിൽ മന്ത്രി തന്നെ ആ കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമേ ഇത് ഇന്റർനാഷണൽ കോടതിയിൽ കേസും നടക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്തൊന്നും ഒരു രൂപ പോലും സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടായിട്ടില്ല എന്നും കൃത്യമായിട്ടുള്ള പണമിടപാട് നടന്നതിന്റെ രേഖകൾ ഈ പണം കൊടുത്ത സ്പോൺസറുടെ കയ്യിൽ ഉണ്ട് എന്ന കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവരെ കൂടി കേൾക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഇനിയിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റ് UDF ആണല്ലോ, അന്വേഷണം നടത്തട്ടെ. പക്ഷെ വെറുതെ ഈ പുകമറ സൃഷ്ടിച്ചിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധയിരിക്കാനുള്ള ശ്രമം അത് ശരിയല്ല എന്നാണ് അഭിപ്രായപ്പെടാനുള്ളത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് എല്ലാ നിലയിലും സ്വാധീനവും അധികാരവുമുള്ള ഒരാളെ MDMAയുമായി ബന്ധപ്പെട്ട് പിടികൂടിയിരിക്കുന്നു. അത് ചർച്ച ചെയ്തതിന് പകരം നേരത്തെ നടന്ന ഒരു സാമ്പത്തിക ഇടപാടിനെ മുൻനിർത്തിയിട്ട് ഊഹാപോഹങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇതിനെല്ലാം രേഖയുണ്ടാവില്ല. ഇപ്പോൾ ഇത് നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും രണ്ട് ആളുകൾ തമ്മിലുള്ള ഇടപാടല്ലല്ലോ. ഇത് രാജ്യത്തിന് പുറത്തുള്ള ചില ഏജൻസികളുമായി നടക്കുന്ന ഇടപാടാണ്. അതിനെല്ലാം കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ കാര്യങ്ങൾ പുറത്തു വരട്ടെ. അപ്പം അതിനിടയിൽ ഊഹാപോഹങ്ങൾ സൃഷ്ടിച്ച് ഈ നിലയിൽ വാർത്ത കൊടുക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. മാധ്യമങ്ങളുടെ വാർത്ത വരുന്നത് നീക്കം ചെയ്യുന്നതിനൊപ്പം തന്നെ പൊതുപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ടിരുന്ന പോസ്റ്റുകളടക്കം ഇന്നു മുതൽ കാണാതാകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അത്യന്തം ഗൗരവമായിട്ടുള്ള പ്രശ്നമാണ്. നിങ്ങളെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കേരളത്തിൽ ഇങ്ങനെ സമാനമായ അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം മുഖ്യമന്ത്രിക്കെതിരായിട്ട് രാഷ്ട്രീയ വിമർശനം വരുമ്പോൾ അത് രാഷ്ട്രീയമായി മറുപടി പറഞ്ഞു പോവുകയല്ലേ ഉണ്ടാവുക. വിമർശനങ്ങൾ സ്വാഭാവികമല്ലേ. പ്രതിപക്ഷം എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിക്കും. അപ്പോൾ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ അതിനെല്ലാം ഫലപ്രദമായി നേരിടാനാവശ്യമായിട്ടുള്ള ധൈര്യം കാണിക്കണം. ഇത് ഭീരുത്വമാണ് എന്ന് മാത്രമല്ല, കേന്ദ്രം ഭരിക്കുന്ന BJPയെ സ്വാധീനിച്ച് BJPയുടെ ഇംഗിതങ്ങൾ കേരളത്തിൽ നടത്തിക്കൊടുക്കാമെന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ച് ചില ഉപകാരങ്ങൾ ഇങ്ങോട്ട് ചെയ്തു കൊടുക്കുകയാണ്. ഇപ്പൊ വന്ദേ മാതരം പാടാൻ ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുത്തല്ലോ, സത്യപ്രതിജ്ഞാവേളയിൽ ചെയ്തു കൊടുത്തു. ഇങ്ങനെ പല കാര്യങ്ങളും RSSന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റികൾ തുറന്നു കൊടുത്തിട്ടുണ്ട്, VC നിയമനം നടത്തി കൊടുത്തിട്ടുണ്ട്, സെനറ്റിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ചില പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ RSS പറയുന്ന ആളുകളെ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് പ്രത്യുപകാരമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് VD സതീശന് ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന് വേണം കാണാൻ. ഇതിനൊന്നും മുഖ്യമന്ത്രി ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ഈ മാധ്യമ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യ രീതിയും ഒക്കെ മറികടക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളല്ലേ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്? അത്യന്തം ഗൗരവമാണ്. കാരണം അതായത് ഫേസ്ബുക്കിലിട്ട് ഉദാഹരണം പറഞ്ഞാലേ, നമ്മുടെ കടലിൽ കാണാതായിട്ടുള്ള ജോണിന്റെ മകൾ, ആ പെൺകുട്ടി അങ്ങേയറ്റം പ്രയാസം കൊണ്ടാണ്
പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളല്ല, എനിക്ക് ചാനലുകളോടെ പ്രതികരിച്ചത്. ആ കുട്ടി തന്നെ പറഞ്ഞത് എനിക്ക് സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളൊന്നും ഇല്ല എന്നാണ് ആ കുട്ടി പറഞ്ഞത്. അപ്പോൾ ഏതോ ഒരു ചാനലിൽ പോയിട്ട് ഇങ്ങനെ മൈക്ക് നീട്ടിയപ്പോൾ ആ കുട്ടി ചില വിമർശനങ്ങൾ ഉന്നയിച്ചു. അത് ഭരണകൂടത്തോടുള്ള വിമർശനമാണ്, വി.ഡി. സതീശനോട് വ്യക്തിപരമായ വിമർശനമല്ല. പക്ഷേ ആ അച്ഛനെ നഷ്ടപ്പെട്ട കുട്ടിയുടെ പങ്കുവെക്കപ്പെട്ട വേദന എൻ്റെ ഭരണത്തിന് എനിക്ക് ഒരു കോട്ടമുണ്ടാക്കും എന്ന് കണ്ടിട്ട് അതുപോലും മെറ്റയെ സ്വാധീനിച്ചിട്ട് നീക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. അപ്പം മാധ്യമ സ്വാതന്ത്ര്യം, പൗരന്മാരുടെ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതിനെല്ലാം കുച്ചുവിലങ്ങിടുന്ന ഒരു സമീപനത്തിലേക്ക് മുഖ്യമന്ത്രി പോകുന്നു. ഇത് ശരിയല്ല.